അപ്പോഴെന്തായാലും ദാ അങ്ങ് മുകളിൽ നിന്ന് തുടങ്ങുന്ന ബ്ലോക്കാണ്. ദാ ഇങ്ങ് താഴെ വരെ ഉണ്ട്, അങ്ങ് എൻഡിൽ വരെ ഉണ്ട്. ഇപ്പോൾ ഞാൻ വാഗമണിൻ്റെ അടുത്ത് ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുക. ഇപ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ച് ഇതുവഴി വന്നപ്പോഴത്തേക്കും ബൈക്കിൻ്റെ ചെയിൻ സോക്കറ്റിൽ നിന്ന് ഇളയിപ്പോയി. അങ്ങനെ പണി കിട്ടി നിൽക്കുക. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. ഇന്നലെ എനിക്ക് തിരിച്ചങ്ങ് വീട്ടിൽ പോകാമായിരുന്നു. ഇവിടെയൊക്കെ വാഗമണിൽ അത്യാവശ്യം കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നിട്ട് ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത്, എന്നിട്ട് ഞായറാഴ്ച ദിവസം എങ്ങനെയായിരിക്കും വാഗമണിൻ്റെ അവസ്ഥ എന്നൊന്നറിയാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ശനിയാഴ്ച ഇവിടെ സ്റ്റേ ചെയ്ത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച ഈ വാഗമണ്ണൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുവാ പണി കിട്ടിയതാ ഇവിടെ കിടക്കുക. ഇപ്പോൾ ഈ ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാഗമണിലോട്ട് പോകുന്ന റൂട്ടിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് ആ കയറ്റം അങ്ങോട്ട് പോയിട്ടാ ചെയിൻ പൊട്ടിയത്, ചെയിൻ ഇളകിയത്. അവിടെ നിന്ന് തിരിച്ചതാ ഈ ഏലപ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ട് പോകുന്ന ഈ വഴിയാണ്. കുറച്ച് ദൂരം ഇറക്കം കിട്ടി, അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വണ്ടി തന്നെ ഇരുന്ന് ഇറങ്ങിയത് ഇവിടം വരെ നിൽക്കുക. ഇനി ഇവിടെ നിന്ന് കുറച്ച് ചെറുതായിട്ട് കയറ്റമാണ്, ഇനി ഇത് ഉരുട്ടി കയറ്റണം. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടേ വർക്ക്ഷോപ്പ് വല്ലതും ഉണ്ടോയെന്നും അറിയാൻ വയ്യ. അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്ത് റെഡിയാക്കി. ഞായറാഴ്ച ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന്. അപ്പോഴാ വർക്ക്ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിനകത്തോ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു ബംഗ്ലാവ് കണ്ട്. ബംഗ്ലാവെന്നല്ല, ഒരു വീട്. നമ്മൾ ഈ സിനിമകളിലൊക്കെ പ്രേത സിനിമകളൊക്കെ ഉണ്ടല്ലോ, അപ്പോഴങ്ങനത്തെ സിനിമകളിലൊക്കെ ഒരുപാട് നാൾ അടഞ്ഞു കിടക്കുന്ന ഒരു വീട് കാണുമല്ലോ, അതേപോലത്തെ ഒരു വീട്. ബംഗ്ലാവ് എന്ന് വേണമെങ്കിലും പറയാം. ബ്ലങ്കാവ്. ഈ ബ്ലങ്കാവ് എന്നൊക്കെ നമ്മൾ ചുമ്മാ തമാശയ്ക്കൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ബംഗ്ലാവ് എന്ന് പറയേണ്ട സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിൽ ബ്ലങ്കാവെന്നേ വരുത്തുള്ളൂ. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഇതാണ് ബംഗ്ലാവ്. കാര്യം ഞാനിങ്ങനെ പല കാര്യങ്ങളും പല വാക്കുകളും ഇങ്ങനെ തമാശയ്ക്ക് ഓരോന്നും മാറ്റിയൊക്കെ പറയുമായിരുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ബ്ലങ്കാവ് എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ പറയുമായിരുന്നു. പിന്നീട് ഇപ്പം ഇതേപോലെ യൂട്യൂബ് ചാനലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഇതിൽ പല കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും തെറ്റിപ്പോകുന്നത്. അപ്പോഴും നമ്മൾ കഴിവതും വാക്കുകൾ വളച്ചൊടിക്കാതെ പറയാൻ ശ്രമിക്കുക. തമാശയ്ക്ക് വേണ്ടി പറയുന്നത് പിന്നെ അത് നമ്മുടെ ശീലമായിട്ട് മാറും. ബ്ലങ്കാവ് പോലെ നമ്മൾ ചുമ്മാ തമാശയ്ക്ക് പറയുന്ന വേറെ ഏതെങ്കിലും വാക്കുണ്ടോ? വേറെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ അതുണ്ട്, പെട്ടെന്ന് ഒന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. പോകുന്ന വഴിക്ക് കണ്ടൊരു വീടായതുകൊണ്ട് ഒന്നിറങ്ങി നോക്കിയെന്നേ ഉള്ളൂ. നമുക്ക് വാഗമണിൽ ഞായറാഴ്ച ദിവസം എങ്ങനെയാണെന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഇപ്പം ഏലപ്പാറയിൽ നിന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം ഇപ്പം നിൽക്കുന്നത് പൈൻ വാലിയിലാണ്. പൈൻ വാലിയുടെ പാർക്കിങ്ങിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. കുറച്ചധികം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ KSRTCയുടെ ഉല്ലാസയാത്രയുടെ ബസ്സൊക്കെ കിടപ്പുണ്ട്. ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ബൈക്ക് പേ ആൻഡ് പാർക്കിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പേ ആൻഡ് പാർക്ക്. ബൈക്കിന് 10 രൂപ ചാർജ്, കാറിന് ജീപ്പിന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ 30 രൂപ, ട്രാവലറിന് 60 രൂപ, ബസ്സിന് 100 രൂപ. പാർക്കിംഗ് സൗകര്യം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഉള്ളു. നമ്മൾ വാഗമണിൽ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് ആൾക്കാർ പറയുന്ന 1-2 പേരുകളാണ്. ഒന്ന് പൈൻ വാലി, പിന്നെ മൊട്ടക്കുന്ന്, അങ്ങനത്തെ പേരുകൾ. പൈൻ വാലിയിലോട്ട് നടന്നു പോകുന്ന വഴിക്കെല്ലാം എന്താ ഇതേപോലത്തെ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. അകത്തോട്ട് പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലത്തെ കച്ചവടങ്ങളാണ്. കണ്ടില്ലേ, പിള്ളേരുടെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ദാ ഹോം മെയ്ഡ് ചോക്ലേറ്റും തേയിലയും എല്ലാം ഉണ്ട്. തേയില, കാപ്പിപ്പൊടി എല്ലാം ഉണ്ട്. ഇതാ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, 400 ഗ്രാം 320 രൂപ. MRP ഇട്ടിരിക്കുന്നെങ്കിലും 150 രൂപ ഉള്ളു. ഓക്കെ. അതെ, ഇവിടെ രാവിലെ കപ്പലണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. മണ്ണൊക്കെ എടുത്ത് ചട്ടിയിലൊട്ടിട്ടിരിക്കുക. അങ്ങനെ നടന്ന് പൈൻ വാലിയുടെ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുക. അതെവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മുതിർന്നവർ 10 രൂപ, കുട്ടികൾക്ക് 5 രൂപ. 10 വയസ്സിൽ താഴെയുള്ളവർക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നല്ലേ. കോലാഹലമേട്. ഒരുപാട് ആൾക്കാർ അകത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനേ ടിക്കറ്റ് കൗണ്ടർ എടുത്ത് തന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് വീഡിയോഗ്രാഫി പറ്റത്തില്ല. അപ്പോഴെന്തായാലും നമുക്കേ ഇവിടെ നിന്ന് അടുത്ത വേറെ എങ്ങോട്ടെങ്കിലും പോവാം. അങ്ങനെ ഒരു 2.5 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും എന്താ മൊട്ടക്കുന്നെന്നും പറഞ്ഞിട്ട് ആരോ കാണിച്ച് റൈറ്റിലോട്ട് കാണിച്ചിട്ടുണ്ട്. 300 മീറ്റർ വലത്തോട്ട്. മൊട്ടക്കുന്നിലോട്ട് കയറുന്നതിൻ്റെ ആ റൈറ്റിലോട്ട് തിരിയുന്നതിൻ്റെ മുമ്പിലായിട്ടും കുറച്ച് കടകളൊക്കെ ഉണ്ട്. നേരത്തെ കണ്ടതുപോലത്തെ കടകൾ തന്നെ. ഹോം മെയ്ഡ് ചോക്ലേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. ജീപ്പ് 3-4 ജീപ്പുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ അഡ്വഞ്ചർ ജീപ്പ് സഫാരി എന്നും പറഞ്ഞിട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബുക്കിംഗ് ഓഫീസായത്. ഇവർ പോകുന്ന സ്ഥലങ്ങളുടെ എല്ലാം ഫോട്ടോസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജീപ്പിലെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. 3 മണിക്കൂർ 2500 ഒരു വണ്ടിക്ക്. ഒരു വണ്ടിയിൽ എത്ര പേര് കയറും? മാക്സിമം 8 പേര്. ഇപ്പോൾ ഒരാളാണെങ്കിലും 8 പേരാണെങ്കിലും 2500 രൂപ. ശരി. പോയി സ്പോട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്ഥലം നമുക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറയും. 2000, 1500 അങ്ങനെ വരുമല്ലേ. വരാട്ടുമേട് ഇത് പുതുതാണോ അത്? വരാട്ടുമേട്. ഇവിടെ വേറെയും ഇപ്പോൾ പുതുതായിട്ട് വന്ന കുറച്ച് സ്ഥലങ്ങളുടെ ഫ്ലെക്സ് ആണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ,
വരാട്ടുമേട്. ഇതാണ് വരാട്ടുമേട്. വെള്ളച്ചാട്ടവും പിന്നെ വ്യൂ പോയിൻ്റൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. 6-7 മാസമായല്ലേ? ഓ, അപ്പോഴെല്ലാവരും ഈ വരാട്ടുമേടെന്ന് പറയുന്ന സ്ഥലം എല്ലാവരും അറിയാൻ തുടങ്ങിയിട്ട് 6-7 മാസമായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓഫ് റോഡ് ബുക്കിങ്ങിനായിട്ടുള്ള നമ്പരൊക്കെ കൊടുത്തിരിക്കുന്നത്. ഞായറാഴ്ച തിരക്ക് കൂടുതലായിരിക്കും. കാണുമല്ലേ? പേരെങ്ങനെ? ഓക്കെ, ശരി. ഇതാ നമ്മൾ വലത്തോട്ട് കണ്ട വഴിയിൽ 300 മീറ്റർ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. കുറച്ചധികം വണ്ടികൾ വന്നിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട്. ഇവിടെ എല്ലാം കടകളെല്ലാം ആക്റ്റീവ് ആയിരിക്കുക. അങ്ങനെ ഇവിടെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. മെഡോസ് മൊട്ടക്കുന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് എൻട്രൻസ് ഫീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 15 രൂപ ടിക്കറ്റ് കൊച്ചു പിള്ളേർക്ക്, അഡൽറ്റിന് 25 രൂപ, സീനിയർ സിറ്റിസൺ 15 രൂപ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുക, അകത്തോട്ട് കയറാം. കയറി വരുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മുട്ടക്കുന്നിൽ ഇടിമിന്നലുള്ള സമയത്തൊന്നും കയറി നിൽക്കാൻ പാടില്ല എന്ന്. ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. ഇതോ അവിടെയൊക്കെ ഓരോ ആക്ടിവിറ്റിയിലും കയറാൻ ആൾക്കാർ ക്യൂ നിൽക്കുക. അങ്ങനെ ഈ മുട്ടക്കുന്നെന്ന് പറയുന്നില്ലേ, ഈ കാണുന്നതൊക്കെയാണ് മുട്ടക്കുന്നുകൾ. ഇതോ അങ്ങോട്ടെല്ലാം ഉണ്ട്. ഇത് ഓപ്പോസിറ്റ് സൈഡ് ഇതോ അങ്ങോട്ട് ദൂരോട്ടെല്ലാം ഉണ്ട്. അതിൻ്റെ മുകളിലോട്ടൊക്കെ ആൾക്കാർ നടന്നു പോകുന്ന കണ്ടില്ലേ? ഇത്രയും വെയിലടിക്കുന്നുണ്ടെങ്കിൽ ഈ വെയിൽ ഫീൽ ചെയ്യുന്നില്ല. ഇതേപോലത്തെ ഹിൽ സ്റ്റേഷനിലുള്ളൊരു പ്രത്യേകതയാണ് അത്. ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷനിൽ പോയിട്ടുള്ളവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായി കാണും. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കെല്ലാം ഇതേപോലത്തെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇവിടെ കയാക്കിങ്ങിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതേപോലെ പോകുന്ന വഴിക്ക് ഓരോരോ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ നിന്ന് പട്ടം പറത്തിക്കൊണ്ട് നിൽക്കുക. ഇവിടെയായിട്ടൊരു കൊച്ചൊരു കുളം കാണാം. അതിനകത്ത് കൊച്ചു പിള്ളേർക്കുള്ള ബോട്ടിങ്ങാണ്. ഒരാൾക്ക് 100 രൂപ ചാർജ്. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ള ബോട്ടിങ്ങാണ്. ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് സിപ്പ് ലൈൻ കണ്ടില്ലേ, ഇങ്ങനെ പോകുന്നതിന് 400 രൂപയാണ് ചാർജ്. അതിൻ്റെ റേറ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. രാവിലെ 9:15 മുതൽ വൈകുന്നേരം 5:45 വരെ ഉണ്ട് സമയം. സിപ്പ് ലൈൻ ഇതിനിപ്പോൾ പോയതിന് 400 രൂപയാണ് ചാർജ്. സ്കൈ സൈക്ലിങ്ങിനും 400 രൂപ. രണ്ടും കൂടെ ചേർന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 600 രൂപ. ഇപ്പോഴങ്ങനെയാണ് റേറ്റ്. ഇവിടെയാ സ്കൈ സൈക്ലിംഗ് ഉള്ളത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതുവഴി ആ എൻഡ് വരെ ഉണ്ട്. അപ്പോഴിതിനാ 400 രൂപ ചാർജ്. അപ്പോഴതിനോട് ചേർന്ന് തന്നെ താഴെയായിട്ട് ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. ഇവിടെ ബോട്ടിങ്ങിൻ്റെയും കയാക്കിങ്ങിൻ്റെ ഒക്കെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. കയാക്കിംഗ് 150 രൂപ, കയാക്കിംഗ് ഡബിള് 250, കുട്ടവഞ്ചി 200 രൂപ, റോബോട്ടിന് 4 പേർക്ക് 500 രൂപ. ആ പോകുന്നതാ കയാക്കിംഗ് ഡബിൾ 250 രൂപയുടേത്. ഇവിടെ 2 പേര് കയറുന്നുണ്ട്. ഈ കുട്ടവഞ്ചിക്ക് 200 രൂപ. കണ്ടില്ലേ ഒരു ഫാമിലി പോകുന്നത്, അതാണ് റോ ബോട്ട്. 4 പേർക്കിരിക്കാം, 500 രൂപ. അങ്ങനെ മുട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങി കാണുന്ന മുട്ടക്കുന്ന്. അങ്ങനെ ആ മുട്ടക്കുന്നിൽ നിന്ന് കുറച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. തങ്ങൾപ്പാറ മഖാമിലേക്ക് സ്വാഗതം. ഇതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 വരെ. ഇതിപ്പം വാഗമണിലെ വൈകുന്നേരത്തെ അവസ്ഥയാണ്. ഇതിപ്പം മുട്ടക്കുന്നിൻ്റെ പരിസരമാണ്. മുട്ടക്കുന്ന് പൈൻ ഫോറസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു പരിസരമായത്. വണ്ടി വരിയായിട്ട് ബ്ലോക്ക് കിടക്കുക കണ്ടില്ലേ. ഞായറാഴ്ച ദിവസം വൈകുന്നേരമൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും. അവിടെ ഏതോ ഒരു വണ്ടി കുരുങ്ങി കിടക്കുക. അതാ ഈ പ്രശ്നം. വൈകുന്നേരം 4 മണി സമയം കഴിഞ്ഞിപ്പം. വൈകുന്നേരം ഇപ്പം സമയം 4:20 അപ്പോഴ് വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പായിട്ട് മല ഇറങ്ങണമെന്നുള്ള ലക്ഷ്യത്തിലാണ് എല്ലാവരും പോകുന്നത്. അപ്പോഴെന്തായാലും അങ്ങ് മുകളിൽ നിന്ന് തുടങ്ങുന്ന ബ്ലോക്കാണ്. ഇങ്ങ് താഴെ വരെ ഉണ്ട്, അങ്ങ് എൻഡിൽ വരെ ഉണ്ട്. ഉച്ച സമയമായപ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി ഒന്ന് ഉറങ്ങി. എന്നിട്ട് വൈകുന്നേരം ഒരു 3:45-4 മണിയായപ്പോഴത്തേക്കും പുറത്തോട്ടിറങ്ങി. ഞാൻ ഏലപ്പാറയിലാണ് റൂം എടുത്തത്. ഏലപ്പാറയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് ഈ മുട്ടക്കുന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മുട്ടക്കുന്ന് പൈൻ ഫോറസ്റ്റ് അങ്ങനത്തെ കുറച്ച് ടൂറിസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോഴങ്ങോട്ട് വന്ന് എങ്ങനെയുണ്ട് ഇവിടുത്തെ അവസ്ഥയെ നോക്കാൻ വേണ്ടി ഒന്ന് വന്നതാണ്. ബൈക്കിൽ വന്നുകൊണ്ട് ഇവിടം വരെ എത്താൻ പറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിയായിട്ട് കിടക്കാം. ഞായറാഴ്ച ദിവസത്തെ കാര്യമായത്. അങ്ങനെ നമ്മൾ മുട്ടക്കുന്നിൻ്റെ അടുത്തുള്ള ബ്ലോക്കിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം, അങ്ങനെ കൃത്യമായിട്ട് ഇത്ര കിലോമീറ്റർ ഒന്നും ഇല്ല, ആ മുട്ടക്കുന്നിനടുത്ത് കണ്ട ബ്ലോക്കിൽ നിന്ന് ഒരു 5 കിലോമീറ്ററിനകത്തേ ഉള്ളതാ ഈ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ബസ്സൊക്കെ വളഞ്ഞു കയറുന്ന കണ്ടില്ലേ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന വണ്ടിയാണെന്ന് തോന്നല്ലോ. തമിഴ്നാട് രജിസ്ട്രേഷൻ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. അഡ്വഞ്ചർ പാർക്ക് 300 മീറ്റർ അകത്തോട്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ അല്ല. മെയിൻ എൻട്രൻസ് കുറച്ചും കൂടെ അപ്പുറത്തായിട്ടാണ്. അവിടെ ഇപ്പം
ഇൻ്റർലോക്കിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നത്. അപ്പോൾ അതുവഴി ഇപ്പം വണ്ടി കയറ്റി വിടുന്നില്ല. ഇതാ കണ്ടില്ല, ഇവിടെ നിന്ന് വാഗമൺ 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴി അകത്തോട്ട് പോവാം. 5 മണി വരെ ഉള്ളു പ്രവേശനം. ഇപ്പം സമയം വൈകുന്നേരം 4:30 ഇത് എവിടെയായിട്ട് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് 15 രൂപ, 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ഉള്ളവർക്ക്. 5 വയസ്സിന് താപ്പോട്ടപ്പോൾ ടിക്കറ്റ് എടുക്കണ്ട. അഡൾട്ടിന് 25 രൂപ, സീനിയർ സിറ്റിസൺ 15 രൂപ. സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. ഇവിടെയാ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ സംഗതി ഇവിടെയാണ് ഉള്ളത്. ഇവിടെ ബൈക്കിൻ്റെ ഒക്കെ എൻട്രൻസ് ഫീസൊക്കെ എഴുതിയിട്ടുണ്ട്. ബൈക്കിന് 10 രൂപ, 3 വീലർ 20, കാറിന് 50 രൂപ. ഞാൻ അകത്തോട്ട് വന്നപ്പോഴത്തേക്കേ ഇത്രയും വണ്ടി ഇതിനകത്ത് കാണുമെന്ന് വിചാരിച്ചില്ല. നോക്കിയാൽ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് എല്ലാ ഞായറാഴ്ച അപേക്ഷിച്ച് ഇന്നത്തെ ഞായറാഴ്ച കുറച്ച് തിരക്ക് കുറവുണ്ടെന്നാണ് പറഞ്ഞത്. കാര്യം ഇന്ന് ഒരുപാട് കാറ്റുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് കുറേ ആക്ടിവിറ്റികളൊന്നും നടന്നില്ല ഇന്ന്. അപ്പോൾ വന്ന കുറച്ച് ആൾക്കാരെല്ലാം തിരിച്ചു പോയി. എന്നാലും അത്യാവശ്യം ആളുകളുണ്ട് ഇപ്പോഴേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞായറാഴ്ച ദിവസത്തെ തിരക്കിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആരും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടുള്ള ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയി. 250 രൂപ ടിക്കറ്റ് ചാർജ്. അപ്പോൾ 5 മിനിറ്റ് നിൽക്കാനുള്ളൊരു സമയമുണ്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിലേ. കയറുന്നവരെല്ലാവരും ഒരു 5 മിനിറ്റ് നിന്നിട്ടേ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കേ ഇനിയും ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 5 മണി ആയില്ലേ, സമയം ഒരുപാട് ലേറ്റ് ആവും. ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കാര്യങ്ങൾ. ഇതുവഴി ഇങ്ങോട്ട് നടന്നു പോകുന്നിടത്ത് പാരച്യൂട്ടൊക്കെ ഉണ്ട്. ഇതിൽ കയറുന്നതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 4000 രൂപയാണ് ഒരാൾക്ക്. ഒരു ക്യാമറയും കൂടെ കൈ തരും. ആ ക്യാമറ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയും കൂടെ എക്സ്ട്രാ ആവും. അങ്ങനെ ഞായറാഴ്ച വാഗമണിലെല്ലാം കംപ്ലീറ്റ് കറങ്ങി തിരിഞ്ഞ് നടന്നതിന് ശേഷം ഇപ്പം ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിക്കുള്ളൊരു തേയില എസ്റ്റേറ്റിൻ്റെ നടുക്ക് നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു ദിവസം ഞായറാഴ്ചത്തെ ദിവസം എങ്ങനെയായിരിക്കും വാഗമണിലെ തിരക്കും കാര്യങ്ങളൊക്കെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. പക്ഷേ പല സ്ഥലങ്ങളിലും തിരക്ക് കുറവായിരുന്നു. ഇന്ന് ഭയങ്കര കാറ്റുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലൊക്കെ സാധാരണ ഞായറാഴ്ച എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഞായറാഴ്ച തിരക്ക് കുറവായിരുന്നു. പിന്നെ ഈ മൊട്ടക്കുന്നിലോട്ടും പൈൻ ഫോറസ്റ്റിലോട്ടൊക്കെ പോകുന്ന റോഡൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഞായറാഴ്ചയിലേക്ക് കാണുന്നതിൻ്റെ അത്ര ബ്ലോക്ക് ഇല്ലെങ്കിലും കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് ഈ ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുമൊന്നുമല്ല. സാധാരണ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഞായറാഴ്ച എങ്ങോട്ടെങ്കിലും കറങ്ങാനൊക്കെ പോകുന്ന ഒരു ദിവസമായിരിക്കുമല്ലോ. ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ആ ഒരു ഭാഗത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും കറങ്ങാനൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഈ വാഗമൺ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അങ്ങനെ അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ പറയും, അല്ലെങ്കിൽ നമുക്കൊരു ദിവസം ഞായറാഴ്ച എപ്പോഴെങ്കിലും കിട്ടുമ്പോഴത്തേക്കും വാഗമൺ മരുന്ന് പോകണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഈ തിരുവനന്തപുരം, കൊല്ലം ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർ ഒരു ദിവസമൊക്കെ വന്നിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് നോക്കുന്നൊരു സ്ഥലമാണ് ഈ വാഗമൺ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ബ്ലോക്കും കാര്യങ്ങളൊന്നും നിങ്ങൾ കാര്യമൊക്കെ ഒന്നും വേണ്ട. ഈ ബ്ലോക്കൊന്നും എപ്പോഴും അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നൊന്നും ഇല്ലല്ലോ. കുറച്ച് നേരമൊക്കെ ഒരു ബ്ലോക്ക് കാണും. നമ്മൾ ഈ ബ്ലോക്കിലൊക്കെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കിടക്കുന്നത്. റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും സിഗ്നലിലും പിന്നെ അല്ലാതെ എന്തെങ്കിലും പാർട്ടിക്കാരുടെ പരിപാടിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ബ്ലോക്കിലേക്ക് കിടക്കുന്നതല്ലേ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുമല്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ ബ്ലോക്ക് നിങ്ങൾ മനസ്സിൽ കണ്ടോണം. നമ്മൾ ഈ സാധാരണ ഒരു ദിവസമല്ല, ഞായറാഴ്ചയാണ്, കുറച്ച് അധികം തിരക്ക് കാണുന്നൊരു ദിവസമാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടോണം. അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളോ പറയാനൊന്നുമില്ല. ഞാൻ രാവിലെ വണ്ടി പണിയായിട്ട് കിടന്നില്ലായിരുന്നോ, അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഞായറാഴ്ച നാട്ടിലോട്ട് തിരിച്ച് വിടുന്നില്ല. ചിലപ്പം കിടക്കും, വഴിയിൽ കിടക്കും. മനസ്സിലായോ? ഇവിടെ നിന്നൊരു 3-3.5 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. ഒരു 150 കിലോമീറ്ററേ ഉള്ളൂ കൊല്ലത്തോട്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പോകുന്നില്ല. ഇപ്പോൾ സമയം 6:15. ഇപ്പോഴീ 6:15 വിട്ട് കഴിഞ്ഞാൽ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നാട്ടിലെത്തും. പക്ഷേ രാവിലത്തെ ആ ഒരു എക്സ്പീരിയൻസ് കാരണമേ എനിക്ക് പോകാനൊരു മടി. നമ്മൾ കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ചിലപ്പം രാത്രി വലിയ പണി കിട്ടും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിടുന്നില്ല. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ പോകുന്നുള്ളൂ. അപ്പോഴെന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.